ലോക കേരള സഭയുടെ 5ാം പതിപ്പ് ജനുവരി 29 മുതൽ 29-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടനം. 30-31 തീയതികളിൽ നിയമസഭാ മന്ദിരത്തിൽ സമ്മേളനം നടക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, വിവരങ്ങൾ. രജിത്ത്, വീണ്ടും സംസ്ഥാനത്തിന് ലോക കേരള സഭ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം നട്ടം തിരിയുന്നു എന്നൊക്കെയുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ജനുവരി 29, 30, 31 തീയതികളിലായിട്ടാണ് തിരുവനന്തപുരത്ത് ഈ സമ്മേളനം, ഈ ലോക കേരള സഭ സമ്മേളനം നടക്കുക. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ ലോക കേരള സഭ എന്ന പ്രത്യേകത കൂടി ഈ സമ്മേളനത്തിനുണ്ട്. ഈ സംസ്ഥാനത്തിന്റെ ബജറ്റ് സമ്മേളനം നടക്കുന്നതിനിടയിൽ സഭയ്ക്ക് അവധി നൽകിക്കൊണ്ടാണ് ഇത്തവണ ലോക കേരള സഭയ്ക്കായി നിയമസഭാ മന്ദിരം വിട്ടു നൽകുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഏതാണ്ട് 10 കോടി രൂപയോളം ചെലവുണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക ഞെരുക്കം നേരിടുമ്പോൾ ഇത്രയും വലിയ തുക എന്തിന് ചിലവാക്കണമെന്നുള്ള വിമർശനം അത് പ്രതിപക്ഷത്തിനുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനുവരി 29-ന് നിശാഗന്ധി നടക്കുന്ന ചടങ്ങോടെയാകും ഉദ്ഘാടനം. 30-31 തീയതികളിൽ നിയമസഭയിലെ ശങ്കരനാരായൺ തമ്പി ഹാളിൽ പ്രതിനിധി സമ്മേളനങ്ങൾ നടക്കും. മുൻപ് ഈ ലോക കേരള സഭയുടെ നടത്തിപ്പടക്കമുള്ള കാര്യങ്ങളിൽ പലതവണ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ ഈ പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. റീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.